എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ആദ്യത്തെയാണ് ഡ്രോ ദ സ്ട്രക്ചേഴ്സ് ഓഫ് all the 8 isomers that have molecular formula C5H11Br. Name each of the isomer and classify them as primary, secondary and tertiary. അതായത് മോളിക്കുലാർ ഫോർമുല C5H11Br. 5 കാർബൺ ആറ്റംസ് ഉള്ള ഒരു ആൽക്കെയിൻ ഹാലോ ആൽക്കെയിൻ്റെ മോളിക്കുലാർ ഫോർമുലയാണ് ഈ തന്നിരിക്കുന്നത്. 5 കാർബൺ ആറ്റംസ് ഉള്ള ഹാലോ ആൽക്കെയിൻ്റെ ഒരു മോളിക്കുലാർ ഫോർമുലയാണ് തന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ എല്ലാ പോസിബിൾ ആയിട്ടുള്ള എത്ര ഐസോമേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്? ഓൾ 8 പോസിബിൾ ഐസോമേഴ്സ്. ഇതിൽ നമുക്ക് ഇതിൻ്റെ ഐസോമേഴ്സ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് 8 എണ്ണം കിട്ടും. ആ 8 എണ്ണത്തിൻ്റെയും സ്ട്രക്ചർ വരയ്ക്കുക, അതിൻ്റെ പേര് എഴുതുക, എന്നിട്ട് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷറി ആൽക്കൈൽ ഹാലൈഡ് ആണോ എന്ന്, പ്രൈമറി സെക്കൻഡറി ടെർഷറി ഹാലോ ആൽക്കെയിൻ ആണോ എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ 5 കാർബൺ ആറ്റത്തിനെയും സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് തന്നെ കൊടുക്കാം. C5 അല്ലേ, 1 2 3 4 5 5 കാർബൺ ആറ്റംസ്. അതിൽ ആദ്യത്തെ കാർബണിൽ ബ്രോമിൻ, ബാക്കിയെല്ലാം ഹൈഡ്രജൻ വെച്ചിട്ട് സാറ്റിസ്ഫൈ ചെയ്യാം. CH3 CH2 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 CH2Br. ഇതൊരു ഐസോമർ. ഇനി ഈ ബ്രോമിൻ ഇത് ആദ്യത്തെ കാർബണിലാണെങ്കിൽ രണ്ടാമത്തെ കാർബണിൽ വരാം. CH3 CH2 CH2 CHBr CH2. അടുത്ത എക്സാമ്പിൾ. ഇനി അടുത്തതോ CH3, ഈ ബ്രോമിൻ ഇപ്പുറത്തെ കാർബണിൽ CH2 CHBr CH2 CH3. അപ്പോൾ ഇത് 3 ഐസോമർ എല്ലാം സ്ട്രേറ്റ് ചെയിൻ ആയിട്ട്. ഇനി ഈ ബ്രോമിൻ ഇപ്പുറത്തെ കാർബണിൽ വന്നാൽ ഇതുപോലെ തന്നെയാണ്, രണ്ടാമത്തെ കാർബണിൽ വരുന്ന പോലെ തന്നെയാണ്. ഒന്നും കൂടി എഴുതി നോക്കാം. CH3 CHBr CH2 CH2 CH3. അപ്പോൾ ഇതിനെ നെയിം ചെയ്യണം. ഇനി ഓരോന്നിനെയും നെയിം ചെയ്യണം. നമുക്കിത് നെയിം ചെയ്ത് നോക്കാം. ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ 4 എണ്ണത്തിൻ്റെ സ്ട്രക്ചർ ഞാൻ വരച്ചിട്ടുണ്ട്. സ്ട്രേറ്റ് ചെയിൻ ആയിട്ടാണ് നമ്മൾ അതിലെല്ലാത്തിലും അറേഞ്ച് ചെയ്തിരിക്കുന്നത്, കാർബൺ ആറ്റംസ് എഴുതിയിരിക്കുന്നത്. ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമ്പർ ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് നമ്പർ ചെയ്യുക. 1 2 3 4 5 1 ബ്രോമോ പെൻറ്റെയിൻ ആണിത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മോളിക്കുലാർ ഫോമിൽ ഒന്ന് ചെക്ക് ചെയ്യാം. 1 2 3 4 5 കാർബൺ ആറ്റം. ഇവിടെ 3 2 5 7 9 11. അപ്പോൾ H11 ഹൈഡ്രജൻ 11 എണ്ണം. H11Br മോളിക്കുലാർ ഫോമുല കറക്റ്റാണ്, നമ്മൾ വരച്ച സ്ട്രക്ചർ കറക്റ്റാണ്. അപ്പോൾ ഇത് സ്ട്രേറ്റ് ചെയിൻ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഇത് ഇവിടുന്ന് നമ്പർ ചെയ്യുമ്പോൾ ആദ്യത്തെ കാർബണിൽ ബ്രോമിൻ, ഇവിടുന്ന് നമ്പർ ചെയ്തപ്പോൾ രണ്ടാമത്തെ കാർബണിൽ ബ്രോമിൻ, ഇവിടുന്നോ ഏത് പുറത്തുനിന്ന് നമ്പർ ചെയ്താലും 3ാമത്തെ കാർബണിലാണ് ബ്രോമിൻ വരുന്നത്. ഇനി ഇത് ഇവിടുന്ന് നമ്പർ ചെയ്യുമ്പോൾ 2ാമത്തെ കാർബണിലാണ് ബ്രോമിൻ. അതായത് ഇതും സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അപ്പോൾ ഈ 3 എണ്ണമാണ് സ്ട്രേറ്റ് ചെയിനിൽ പോസിബിൾ ആയിട്ടുള്ളൂ. ഈ 3 എണ്ണമാണ് സ്ട്രേറ്റ് ചെയിനിൽ പോസിബിൾ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെയിം നമുക്ക് വരട്ടെ. നമുക്ക് ആദ്യം എല്ലാ ഐസോമറിൻ്റെയും സ്ട്രക്ചർ എഴുതാം. ഇനി ഞാൻ എന്ത് ചെയ്തു? ഒരു മീഥൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കാർബണെ ബ്രാഞ്ച് ആക്കിയിട്ട് കൊടുത്തു ബ്യൂട്ടൈനായിട്ട്. 1 2 3 4 5. ആദ്യത്തെ കാർബണിൽ ബ്രോമിൻ വന്നു, 3ാമത്തെ കാർബണിൽ ഞാൻ ബ്യൂട്ടൈൻ CH3 കൊടുത്തു. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ ഏതാ വരണത്? ഇനി ഇത് തന്നെ അല്ല, സോറി, ഇതിപ്പോൾ 4 കാർബൺ 5 കാർബൺ, ടോട്ടൽ 5 കാർബൺ വരച്ചില്ലേ? ഓക്കെ, 2 3 4. 3ാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ് കൊടുത്തു, ആദ്യത്തെ കാർബണിൽ Br, ആദ്യത്തെ കാർബണിൽ ബ്രോമിൻ. അപ്പോൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ആയിട്ട് എഴുതാം. CH3 CH CH2 CH2Br. ഇനി ഇതിനെ 2ാമത്തെ കാർബണിലേക്ക് ഇവിടുത്തെ 3ാമത്തെ കാർബൺ പകരം ഈ കാർബണിൽ വരുന്ന രീതിയിൽ സ്ട്രക്ചർ എഴുതാം. അപ്പോൾ അതെങ്ങനെ എഴുതുക? CH3 CH CH CH3 CH2Br. അപ്പോൾ ഇങ്ങനെ എഴുതി. ഇനി ഞാനിതിനെ ഇപ്പുറത്ത് എഴുതിയിട്ട് ഉള്ളൊരു സ്ട്രക്ചർ ഉണ്ട്. ആദ്യത്തെ കാർബണിൽ തന്നെ ഇനി എന്താണ് ഇതിനെ നമ്മൾ ബ്രാഞ്ച് ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ എന്താ ചെയ്തത്? ഇതിൽ ഒരു ബ്രാഞ്ച് വരുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ഇനി ഈ 2ാമത്തെ കാർബണിൽ തന്നെ എന്ത് വരാം? ബ്രോമിനും വരാം,
CH3യും വരാം. അപ്പോൾ ആ രീതിയിലൊരു എക്സാമ്പിൾ എഴുതാം. കുറച്ച് പുറത്ത് എഴുതിയാൽ നമുക്ക് ഫോർമുലയും അവിടെ തന്നെ എഴുതാം. CH2 CH3. ഓക്കെ, ഇതിലൊക്കെ നമ്മൾ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? ഇതിലൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു സ്ട്രേറ്റ് ചെയിൻ വരുന്ന രീതിയിൽ 4 കാർബൺ ആറ്റംസ് വരുന്ന മെയിൻ ചെയിനാണ് വന്നത്. ഇനി ഇതിൽ ബ്രോമിനും ഈഥൈൽ ഗ്രൂപ്പ് രണ്ടാമത്തെ കാർബണിലാണ്. ഇനി ഇതിൽ തന്നെ ബ്രോമിൻ രണ്ടാമത്തെ കാർബണിൽ വരുന്ന ഒരു ഐസോമർ വരയ്ക്കാം. അതായത് CH3 CH2, ഇതിൽ CH3 ഗ്രൂപ്പ്, മൂന്നാമത്തെ കാർബണിൽ CH3 ഗ്രൂപ്പ്, രണ്ടാമത്തെ കാർബണിൽ ബ്രോമിൻ, ഇവിടെ CH3. ഈ ഒരു എക്സാമ്പിൾ. അപ്പം എങ്ങനെയാണ്? 1 2 3 4 5 6 7 ഐസോമറുടെ സ്ട്രക്ചർ നമുക്ക് കിട്ടി. ഇനി ഏതാ വേണ്ടത്? ഇനി നമുക്ക് ഇതിനെ ഇതിപ്പോൾ 4 കാർബൺ ആറ്റം വരണ രീതിയിലല്ലേ, ഇനി 3 കാർബൺ ആറ്റം വരണ ഒരു പ്രൊപ്പെയിനായിട്ട് കൊടുക്കാം. 1 2 3, ഇവിടെ 2ലും മീഥൈൽ ഗ്രൂപ്പ്. അപ്പോൾ CH3 CH2 Br. അപ്പോൾ 1 2 3 4 5 6 7 8 ഐസോമർ നമ്മൾ വരച്ചു. ഇത്രയും പോസിബിൾ ആയിട്ടുള്ള ഐസോമേഴ്സ് ഇതിൽ കിട്ടുള്ളൂ. ഇനി നിങ്ങൾ ഏത് രീതിയിൽ വരച്ചാലും ഇതിൻ്റെയൊക്കെ റിപ്പീറ്റേഷനേ വരുള്ളൂ. ഇനി നമ്മൾ എന്താ എഴുതണ്ടേ? ഓരോന്നിൻ്റെയും പേരെഴുതണം. അത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെറിഷറി ആണോ എന്ന് പറയണം. അപ്പോൾ ഇവിടെ പ്രൈമറി സെക്കൻഡറി ടെറിഷറി ആണോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഹാലജൻ കണക്ട് ചെയ്തിട്ടുള്ള കാർബൺ പിന്നീട് എത്ര ബ്രാഞ്ചുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര കാർബൺസുമായിട്ട് കണക്റ്റഡ് ആണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഹാലജൻ വരുന്ന കാർബണിലേക്ക് ഒറ്റ കണക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡാണ്. ഓക്കെ, ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബ്രോമിൻ വന്നു, ഇപ്പുറത്തേക്ക് ഈ ബ്രോമിൻ അറ്റാച്ച് ചെയ്ത കാർബൺ മറ്റ് രണ്ട് സൈഡിലേക്കും എന്ത് വരുന്നുണ്ട്? കണക്ഷൻസ് വരുന്നുണ്ട്. അതായത് ഇതൊരു സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡാണ്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതും അതെ, ബ്രോമിൻ കണക്ട് ചെയ്തിട്ടുള്ള കാർബണിലേക്ക് ഇപ്പുറത്തെ ഭാഗത്തേക്കും വേറെ ഗ്രൂപ്പുകൾ വരുന്നുണ്ട്, ഇപ്പുറത്തേക്കും വേറെ ഗ്രൂപ്പ് വരുന്നുണ്ട്. ഇതും ഒരു സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡാണ്. ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ ഹാലജൻ കണക്ട് ചെയ്തിട്ടുള്ള കാർബൺ ഈ ഒരു ഗ്രൂപ്പ് ഇവിടുന്ന് ഈ ഒരു ഗ്രൂപ്പിലേക്ക് മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. കാർബണാറ്റം വരുന്ന ഗ്രൂപ്പ് നോക്കണം, ഹൈഡ്രോജനെ നമ്മൾ കണക്കാക്കണില്ല. ഇവിടെ നിന്ന് കാർബണാറ്റം വരുന്ന എത്ര ഗ്രൂപ്പാണ്? ഇവിടുന്ന് ഒരു കാർബൺ വരുന്ന ഈ ഒരു ഗ്രൂപ്പുമായിട്ട്, ഇവിടുന്ന് ഡയറക്റ്റ് ഈ ഒരു കാർബണിലേക്ക് കണക്ട് ചെയ്തു, കാർബൺ വരുന്ന ഈ ഒരു ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡാണ്. ഇനി ഇത് നോക്കിയാലോ, ഇവിടെ ഹാലജൻ ഇവിടെയാണ് വരുന്നത്, അത് ഡയറക്റ്റായിട്ട് ഈ കാർബൺ വരുന്ന ഈ ഒരു ഗ്രൂപ്പിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇതും ഒരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡാണ്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലാണ് ഹാലജൻ വരുന്നത്. ഹാലജൻ വരണ കാർബൺ മറ്റു 3 കാർബൺ ആറ്റംസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതൊരു ടെറിഷറി ആൽക്കൈൽ ഹാലൈഡാണ്. ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ഹാലജൻ വരുന്നത്, അത് മറ്റ് 2 കാർബൺ ആറ്റംസുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, കാർബൺ ആറ്റം വരുന്ന ഗ്രൂപ്പ്സുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാലോ ഇവിടെ ഈ കാർബൺ മറ്റ് 3 കാർബണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ടെറിഷറി ആണ്. പക്ഷേ ഹാലജനാറ്റം കണക്ട് ചെയ്തിരിക്കുന്ന കാർബണിലേക്ക് ഒരു കാർബണിലേക്ക് മാത്രമേ കണക്ഷൻ ഉള്ളൂ. അതായത് ഇതൊരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെറിഷറി ആണോ എന്ന് നോക്കുന്നത് ഹാലജൻ കണക്ട് ചെയ്തിട്ടുള്ള കാർബൺ മറ്റെത്ര കാർബൺ ആറ്റംസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി. ഇവിടെ ഒറ്റ കാർബൺ ആറ്റം, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹാലജൻ കണക്ട് ചെയ്തിട്ടുള്ള കാർബൺ ഇതാണ്, അത് മറ്റ് 3 കാർബൺ ആറ്റംസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കാർബൺ ആറ്റം മാത്രമായിട്ട് കംപ്ലീറ്റ് ആവില്ല, അവിടെ വേറെ ഏതെങ്കിലും ആറ്റംസ് ഒക്കെ വരാം. നമ്മൾ കാർബൺ ആറ്റം വരുന്നതിനെയാണ് നോക്കുന്നത്. നമ്പറിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കാർബൺ ആറ്റത്തിലല്ലേ ഓർഗാനിക് കോമ്പൗണ്ടിൽ കൗണ്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഹാലജൻ കണക്ട് ചെയ്തിട്ടുള്ള കാർബൺ മറ്റെത്ര കാർബൺ ആറ്റംസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്തു? പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെറിഷറി ആണോ ആൽക്കൈൽ ഹാലൈഡ്സ് എന്ന് എല്ലാത്തിൻ്റെയും എഴുതി. ഇനി കഴിഞ്ഞില്ലേ, ഇനി നമുക്കൊരു ചോദ്യം കൂടി ഉണ്ട്. വി ഹാവ് ടു റൈറ്റ് ദ ഫോർമുല, നെയിം ഈച്ച് ഓഫ് ദ ഐസോമർ. വി ഹാവ് ടു റൈറ്റ് ദ നെയിം ഓഫ് ഈച്ച് ഓഫ് ദ ഐസോമർ. അപ്പം നെയിം എന്ന് പറഞ്ഞാൽ വെറുതെ പേര് എഴുതിയാൽ പോരാ. നമ്മൾ എങ്ങനെയാണ് IUPACയുടെ റൂൾസ് അനുസരിച്ചിട്ടാണ് നമ്മൾ നെയിം എഴുതൽ. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതിന് ഓരോന്നിനും പേര് കൊടുക്കാം. അപ്പം ഇവിടെ നമുക്ക് ഇവിടെ നിന്നാണ് നമ്പർ ചെയ്യുക. 1 2 3 4 5 അല്ലേ? 5 കാർബൺ ആറ്റംസ് വരുന്ന ആൽക്കേനെ നമ്മൾ പെൻറ്റെയിൻ എന്നാണ് പറയുക.
5 കാർബൺ ആറ്റംസ് വരുന്ന ആൽക്കെയിൻ പെൻറ്റെയിൻ ആണ്. അതിൽ ആദ്യത്തെ കാർബണിൽ ബ്രോമിൻ ഉണ്ട്. 1 ബ്രോമോ പെൻറ്റെയിൻ. ഇതിൻ്റെ പേരെന്താണ്? 1 ബ്രോമോ പെൻറ്റെയിൻ. ഓക്കെ. ഇനി ഇതിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ കാർബണിലാണ് ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. എഗെയിൻ നമ്മുടെ പാരൻറ്റ് ചെയിനിൽ 1 2 3 4 5 കാർബൺ ആറ്റംസ് വരുന്ന ആൽക്കെയിനെ നമ്മൾ എന്താ പറയുക? പെൻറ്റെയിൻ എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ പെൻറ്റെയിൻ ആണിത്. ഇനി ബ്രാഞ്ചസ് നോക്കണം. രണ്ടാമത്തെ കാർബണിൽ എന്തുണ്ട്? ബ്രോമോ ഗ്രൂപ്പ് ഉണ്ട്. 2 ബ്രോമോ പെൻറ്റെയിൻ. ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതും അതെ, 5 കാർബൺ ആറ്റംസ് വരുന്ന സ്ട്രേറ്റ് ചെയിൻ എന്ന് പറയുന്നത് 5 കാർബൺ ആറ്റംസ് വരുന്ന പെൻറ്റെയിൻ തന്നെയാണ്. ഇനി 1 2 മൂന്നാമത്തെ കാർബണിലാണ് ബ്രോമിൻ. അപ്പോൾ 3 ബ്രോമോ പെൻറ്റെയിൻ. 3 നമ്മൾ നെയിം ചെയ്തു. ഇനി ഇതിനെ നെയിം ചെയ്യണം. അപ്പോൾ ഇതിനെ നെയിം ചെയ്യുമ്പോൾ 1 2 3 4 ലോങ്ങസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള കാർബൺ ചെയിൻ നോക്കുമ്പോൾ അതിൽ 1 2 3 4 1 2 3 4 എങ്ങനെ നോക്കുകയാണെങ്കിലും 4 കാർബൺ ആറ്റംസ് വരുന്നതാണ് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള കാർബൺ ചെയിൻ. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് പേര് കൊടുക്കുക? അതിനെ ബ്യൂട്ടെയിൻ എന്നാണ് കൊടുക്കുക. ആൽക്കെയിൻ ആയതുകൊണ്ടാണ് നമ്മൾ ബ്യൂട്ടെയിൻ എന്ന് കൊടുത്തത് കേട്ടോ. ഡബിൾ ബോണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ബ്യൂട്ടെയിൻ എന്ന് കൊടുത്തത്. അപ്പോൾ ഇത് ബ്യൂട്ടെയിൻ ആണ്. ഇനി ഇവിടെ നിന്ന് ഹാലജന് പ്രൈമറി ആയിട്ടുള്ള ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണമല്ലോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ നമ്പർ ചെയ്തത്. 1 2 3 മീഥൈൽ. ആദ്യത്തെ പൊസിഷനിൽ എന്തുണ്ട്? ബ്രോമോ ഉണ്ട്. അപ്പോൾ 1 ബ്രോമോ 3 മീഥൈൽ ബ്യൂട്ടെയിൻ. അപ്പോൾ ഏതൊക്കെയാണ്? ആദ്യത്തെ പൊസിഷനിൽ ബ്രോമോ 1 ബ്രോമോ, മൂന്നാമത്തെ പൊസിഷനിൽ മീഥൈൽ 3 മീഥൈൽ ബ്യൂട്ടെയിൻ. 1 ബ്രോമോ 3 മീഥൈൽ ബ്യൂട്ടെയിൻ. ഇതാണെങ്കിലോ ഇതിൽ 1 2 3 4 ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ചെയിനിൽ 4 കാർബൺ ആറ്റംസ് ആണ്. ബ്യൂട്ടെയിൻ തന്നെയാണ് വരുന്നത്. ഇവിടെ ആദ്യത്തെ കാർബണിൽ ബ്രോമിൻ ഉണ്ട്, രണ്ടാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പേര് വരിക? 1 ബ്രോമോ 2 മീഥൈൽ ബ്യൂട്ടെയിൻ. 1 ബ്രോമോ 2 മീഥൈൽ ബ്യൂട്ടെയിൻ എന്നാണ് ഇതിന് പേര് കൊടുക്കുക. ഇനി നമുക്ക് ഇത് നോക്കാം. ഇവിടെ 1 2 3 4 4 കാർബൺ ആറ്റംസ് വരുന്ന ആൽക്കെയിൻ തന്നെയാണ്. ബ്യൂട്ടെയിൻ തന്നെയാണിത്. ബ്യൂട്ടെയിൻ തന്നെയാണ്. ക്യാപിറ്റൽ ലെറ്റർ എഴുതണ്ട, കാരണം നെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമല്ലേ നമ്മൾ ക്യാപിറ്റൽ എഴുതലുള്ളൂ. ബ്യൂട്ടെയിൻ തന്നെയാണിത്. ഇനി ബാക്കി ഹാലജന് പ്രയോറിറ്റി കിട്ടുന്ന രീതിയിൽ നമ്പർ ചെയ്യുമ്പോൾ ഇവിടുന്ന് വരുമ്പോൾ 1 2 3 ഹാലജൻ, അതായത് ബ്രോമിന് മൂന്നാമത്തെ നമ്പറാണ്. ഇവിടുന്ന് നമ്പർ ചെയ്യുമ്പോൾ ബ്രോമിനും രണ്ടാമത്തെ നമ്പറാണ്. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ നമ്പർ ചെയ്യുക 1 2. അപ്പോൾ ബ്രോമിൻ ആദ്യം, മീഥൈൽ ഗ്രൂപ്പ് രണ്ടാമത് എഴുതണം. കാരണം ആൽഫബറ്റിക്കലി ബ്രോമിൻ ആണ് ആദ്യം വരിക. അതൊക്കെ നോക്കിയതുകൊണ്ടാണ് റൂൾസ് ഒന്നും പറയാത്തത്. 2 ബ്രോമോ 2 മീഥൈൽ ബ്യൂട്ടെയിൻ. 2 ബ്രോമോ 2 മീഥൈൽ ബ്യൂട്ടെയിൻ. ഇനി ഇത് നോക്കി നോക്കൂ. ഇതിലെങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുക? 1 2 3 4 ബ്രോമിന് ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടണം. അപ്പോൾ ഇവിടെ 2 ബ്രോമോ 3 മീഥൈൽ ബ്യൂട്ടെയിൻ. ഓക്കെ. ഇനി ഇതിലോ ഇവിടെ 1 2 3 മെയിൻ ചെയിനിൽ 3 കാർബൺ ആറ്റംസേ ഉള്ളൂ. അതായത് ഇതൊരു പ്രൊപ്പെയിൻ ആണ്. പിന്നെ രണ്ടാമത്തെ കാർബണിൽ, ആദ്യത്തെ കാർബണിൽ ബ്രോമിനും രണ്ടാമത്തെ കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പേര് കൊടുക്കുക 1 ബ്രോമോ 2 2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ. 2 2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ. അപ്പോൾ നമ്മൾ എല്ലാ കോമ്പൗണ്ട്സിനെയും എല്ലാ ഐസോമേഴ്സിനെയും നെയിം ചെയ്തു. എല്ലാത്തിൻ്റെയും സ്ട്രക്ചർ വരച്ചിട്ട് അതിന് IUPAC നോമൻക്ലേച്ചർ സിസ്റ്റം അനുസരിച്ചിട്ട് നമ്മൾ അതിനെയൊക്കെ നെയിം ചെയ്തു. അതൊക്കെ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെറിഷറി ആണോ എന്ന് എഴുതുകയും ചെയ്തു. അപ്പോൾ അടുത്ത ചോദ്യം ചെയ്യാം. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ ഫോളോയിങ്. ഈ കോമ്പൗണ്ട്സിൻ്റെയൊക്കെ IUPAC നെയിം എഴുതണം. IUPAC നെയിം എഴുതാനുള്ള റൂൾസ് ഒക്കെ നമ്മൾ നോക്കിയതാണ്. അപ്പോൾ നമുക്കിനി ആ റൂൾസിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം എഴുതുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ കോമ്പൗണ്ട്, ഫസ്റ്റ് കോമ്പൗണ്ട് ഒരു ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആണ്. അതായത് ഇതൊരു ആൽക്കീൻ ആണ്.
ഇനി ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ഇതിൽ ഹാലോ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്വന്റ്, അതായത് ബ്രോമോ സബ്സ്റ്റിറ്റ്വന്റും ഉണ്ട്. അപ്പൊ ഈ ബ്രോമോ ഗ്രൂപ്പും ഡബിൾ ബോണ്ടും ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ ഡബിൾ ബോണ്ടിന് വേണം പ്രയോറിറ്റി കൊടുക്കാൻ. അപ്പൊ ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ നമ്മൾ നമ്പർ ചെയ്യണം. അപ്പൊ ഇവിടുന്ന് നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 5. അപ്പോൾ ഡബിൾ ബോണ്ടിന് നമുക്ക് കിട്ടുന്നത് രണ്ടാമത്തെ നമ്പറാണ്. 4th കാർബണിൽ ഒരു ബ്രോമോ ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നമ്പർ ചെയ്യുകയാണെങ്കിൽ 1 2 3. 3rd കാർബണിലാണ് ഡബിൾ ബോണ്ട് വരിക. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്, ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് പ്രയോറിറ്റി കിട്ടണം. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വേണം നമ്പർ ചെയ്യാൻ, ഈ കാർബണിൽ നിന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്യണം. അങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 5 5 കാർബൺ ആറ്റംസ് വരുന്ന ഒരു ആൽക്കീനാണ്, പെൻറ്റീൻ ആണ്. പെന്റ് രണ്ടാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട്, അതുകൊണ്ട് പെന്റ് 2 എന്നാണ് നമ്മൾ എഴുതുക. പെന്റ് 2. അപ്പൊ ഇത്രയും ഭാഗം നമ്മുടെ കംപ്ലീറ്റ് ആയുള്ളൂ. ഈ ഒരു ബ്രോമോയെ നമ്മൾ നമ്പർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നെയിമിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ഈ ബ്രോമോ ഗ്രൂപ്പിനെ കൂടി എഴുതണം. അപ്പൊ എങ്ങനെയാ 1 2 3 4. 4th കാർബണിലാണ് ബ്രോമോ ഗ്രൂപ്പ്. 4 ബ്രോമോ പെന്റ് 2 എന്നാണ് ഇതിന്റെ നെയിം. ഇനി അടുത്തത് നമ്മൾ നെയിം ചെയ്യാം. ഈ കോമ്പൗണ്ടില് 1 2 3 4 4 കാർബൺ ആറ്റംസ് ആണുള്ളത്. ആദ്യത്തെ കാർബണിൽ തന്നെയാണ് ഡബിൾ ബോണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നമ്പർ ചെയ്യുകയാണെങ്കിൽ ലോവസ്റ്റ് പ്രയോറിറ്റി കിട്ടില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് നമ്പർ ചെയ്തു 1 2 3. ഈ കാർബൺ 4th കാർബൺ. അങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ 4 കാർബണിലുള്ള ആൽക്കീൻ ബ്യൂട്ടീൻ ആണ്. അപ്പോൾ ബ്യൂട്ട് 1 എന്ന് എഴുതാം. അപ്പൊ ആദ്യത്തെ കാർബണിൽ തന്നെ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട്, ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ബ്യൂട്ട് 1 എന്ന് എഴുതണമെന്ന് നിർബന്ധമില്ല. ബ്യൂട്ടീൻ എന്ന് എഴുതിയാലും ഫസ്റ്റ് കാർബണിലാണ് ഡബിൾ ബോണ്ട് എന്ന് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ബ്യൂട്ട് 1 എന്ന് തന്നെ എഴുതി ശീലാക്കാം. അത് കഴിഞ്ഞിട്ട് 1 2 3 4 4 കാർബണിൽ ഇത്രയും നമ്മൾ നെയിം ചെയ്തു. ഇനി ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരു ബ്രോമോ ഗ്രൂപ്പ് ഉണ്ട്. ഒരു മീഥൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്വന്റ് ഉണ്ട്. രണ്ടാമത്തെ കാർബണിൽ ഒരു മീഥൈൽ സബ്സ്റ്റിറ്റ്വന്റ് ഉണ്ട്. മൂന്നാമത്തെ കാർബണിൽ ഒരു ബ്രോമോ സബ്സ്റ്റിറ്റ്വന്റ് ഉണ്ട്. നമുക്കറിയാം ആൽഫബറ്റിക്കലി ബി ആണ് ആദ്യം വരിക. ബ്രോമോയില് ബി ആണ് ആദ്യം വരിക മീഥൈലിനേക്കാളും. അപ്പൊ നമ്മൾ അത് ആദ്യം നമ്പറിങ്ങിൽ അല്ലെങ്കിൽ നെയിമിങ്ങിൽ അത് ആദ്യം എഴുതണം. 3 ബ്രോമോ 2 മീഥൈൽ ബ്യൂട്ട് 1 3 ബ്രോമോ 2 മീഥൈൽ ബ്യൂട്ട് 1 എന്നാണ് ഇതിന്റെ പേര്. ഇനി അടുത്തത് ഈ കോമ്പൗണ്ട് നെയിം ചെയ്യാം. 1 2 3 4 5. ഇതൊരു 5 കാർബൺ ഉള്ള ആൽക്കീനാണ്. രണ്ടാമത്തെ കാർബണിലാണ് ഇവിടുത്തെ ഡബിൾ ബോണ്ട് വരുന്നത്. 1 2 3 4 and 5. 5 കാർബൺ ഉള്ള ആൽക്കീൻ രണ്ടാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് വരുന്നു. അപ്പൊ രണ്ടാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? പെന്റ് 2 എന്നാണ് ഇതിനെ നെയിം ചെയ്യുക. പെന്റ് 2. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്വൻസ് ഉണ്ട്, അതിനെ നമ്പർ ചെയ്യണം. 3 മീഥൈൽ 3rd കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ്, 4th കാർബണിൽ ഒരു ബ്രോമോ ഗ്രൂപ്പ്. നമുക്കറിയാം ബ്രോമോ ആണ് ആൽഫബറ്റിക്കലി ഫസ്റ്റ് വരിക. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? 4 ബ്രോമോ 3 മീഥൈൽ പെന്റ് 2. ഇനി അടുത്തത് ഈ ഒരു കോമ്പൗണ്ട് ആണ്. 1 2 3 4. 4 കാർബൺ ആറ്റംസ് വരുന്ന ഒരു ആൽക്കീനാണിത്. 4 കാർബൺ ആറ്റംസ് ഉള്ളത്. 4 കാർബൺ ഉള്ള ആൽക്കീനെ നമ്മൾ എങ്ങനെയാ നെയിം ചെയ്യുക? 4 എന്ന് പറയുമ്പോൾ ബ്യൂട്ടാണ്, ബ്യൂട്ടീൻ ആണ്. അപ്പൊ 1 2 3 4. ഈ ഫസ്റ്റ് കാർബണിൽ ഡബിൾ ബോണ്ട് വരും. ഇവിടുന്ന് നമ്പർ ചെയ്യുകയാണെങ്കിൽ 1 2. സെക്കൻഡ് കാർബണിൽ ഡബിൾ ബോണ്ട് വരും. ഇവിടെ നിന്ന് നമ്പർ ചെയ്യുകയാണെങ്കിൽ ഈ സബ്സ്റ്റിറ്റ്വൻസ് ഫസ്റ്റ് കാർബണിലും സെക്കൻഡ് കാർബണിലും ആയിട്ട് വരും. പക്ഷെ ഡബിൾ ബോണ്ട് സെക്കൻഡ് കാർബണിലാണ്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടുന്ന് നമ്പർ ചെയ്യുകയാണെങ്കിലും ഡബിൾ ബോണ്ട് സെക്കൻഡ് കാർബണിലാണ്. ഇവിടെ നിന്ന് നമ്പർ ചെയ്യുകയാണെങ്കിലും ഡബിൾ ബോണ്ട് സെക്കൻഡ് കാർബണിലാണ്. 1 2 3 4. ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ ഈ നമ്പറിംഗ് പ്രകാരം ഡബിൾ ബോണ്ട് സെക്കൻഡ് കാർബണിൽ ഡബിൾ ബോണ്ട്, 3rd കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ്, അതുപോലെ 4th കാർബണിൽ ബ്രോമോ ഗ്രൂപ്പ്. ഓക്കെ, ഇനി തിരിച്ച് നമ്പർ ചെയ്യുകയാണെങ്കിലോ ഇവിടുന്ന് നമ്പർ ചെയ്ത് നോക്കാം. നമ്മൾ ഇവിടുന്ന് നമ്പർ ചെയ്യുകയാണെങ്കിൽ 1 2 3 4. ഇവിടെ നിന്ന് നമ്പർ ചെയ്തപ്പോൾ സെക്കൻഡ് കാർബണിൽ ഡബിൾ ബോണ്ട്,
അതുപോലെ സെക്കൻഡ് കാർബണിൽ മീഥൈൽ ഗ്രൂപ്പും അതുപോലെ തന്നെ ഫസ്റ്റ് കാർബണിൽ ബ്രോമോ ഗ്രൂപ്പും വരുന്നുണ്ട്. രണ്ട് രീതിയിൽ നമ്പർ ചെയ്യുമ്പോഴും ഡബിൾ ബോണ്ടിന് ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്വൻസ്, ബാക്കിയുള്ള സബ്സ്റ്റിറ്റ്വൻസ് നോക്കണം. ഇവിടെ നിന്ന് നമ്മൾ നമ്പർ ചെയ്തപ്പോൾ മീഥൈൽ ഗ്രൂപ്പ് 3ാമത്തെ പൊസിഷനിലും ബ്രോമോ ഗ്രൂപ്പ് 4ാമത്തെ പൊസിഷനിലും വരുമ്പോൾ ലോവസ്റ്റ് സം റൂൾ അനുസരിച്ചിട്ട് ഇതിന് ഹയസ്റ്റ് നമ്പർ കിട്ടി. പക്ഷെ തിരിച്ച് നമ്പർ ചെയ്യുമ്പോഴോ, ഇവിടെ നിന്ന് തിരിച്ച് നമ്പർ ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ട് 2ാമത്തെ പൊസിഷനിൽ തന്നെയാണ്, ഫസ്റ്റ് പ്രയോറിറ്റി ഡബിൾ ബോണ്ടിന് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ കാർബണിൽ ബ്രോമോ ഗ്രൂപ്പും 2ാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പുമാണ്. അതായത് സബ്സ്റ്റിറ്റ്വൻസിനും ഇവിടെ ലോവസ്റ്റ് നമ്പർ കിട്ടിയിട്ടുണ്ട്. ഡബിൾ ബോണ്ടിന് മാത്രമല്ല ഇവിടെ സബ്സ്റ്റിറ്റ്വന്റിനും ലോവസ്റ്റ് നമ്പർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ നമ്പറിംഗ് ആണ് കറക്റ്റ് ആയിട്ടുള്ള നമ്പറിംഗ്. ഓക്കെ, ഇവിടെ നിന്ന് വേണം നമ്മൾ നമ്പർ ചെയ്യാൻ. ഇനി നമുക്ക് നെയിം ചെയ്യാം. നമ്പറിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെയിം ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ നമുക്ക് നമ്പർ ചെയ്യാം. 1 2 3 4. 4 കാർബൺ ഉള്ള ആൽക്കീൻ എന്താണ്? ബ്യൂട്ടീൻ ആണ്. ബ്യൂട്ട് 2-ene. ഇനി ബ്രോമോയും മീഥൈലും സബ്സ്റ്റിറ്റ്വൻസ് ആയിട്ട് വരുമ്പോൾ ബ്രോമോയ്ക്ക് ഫസ്റ്റ് പ്രയോറിറ്റി, അല്ലെങ്കിൽ ആൽഫബറ്റിക്കലി ഫസ്റ്റ് ബ്രോമോ വരുന്നതുകൊണ്ട് നമ്മൾ ആദ്യം ബ്രോമോ എഴുതി. 1 ബ്രോമോ, 2ാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ്. അപ്പൊ എങ്ങനെ എഴുതാം? 1 ബ്രോമോ 2 മീഥൈൽ ബ്യൂട്ട് 1-ene എന്ന് എഴുതാം. 2 മീഥൈൽ ബ്യൂട്ട് 2-ene. 1-ene അല്ല, 2ാമത്തെ കാർബണിലാണോ ഡബിൾ ബോണ്ട്. ബ്യൂട്ട് 2-ene എന്ന് നമുക്ക് എഴുതാം. 1 ബ്രോമോ 2 മീഥൈൽ ബ്യൂട്ട് 2-ene എന്നതിനെ നമ്പർ ചെയ്യും. ഇനി അടുത്തത് ഈ ഒരു എക്സാമ്പിള്. ഇതിൽ നോക്കുകയാണെങ്കിൽ 1 2 3 4. നേരത്തെ പോലെ ഇവിടെ നിന്ന് നമ്പർ ചെയ്യുകയാണെങ്കിൽ ഇതിന് ലോവസ്റ്റ് പ്രയോറിറ്റി, ഈ ഡബിൾ ബോണ്ടിന് സെക്കൻഡ് നമ്പർ. ഇവിടെ നിന്ന് നമ്പർ ചെയ്യുകയാണെങ്കിലും ഡബിൾ ബോണ്ട് സെക്കൻഡ് കാർബണിലാണ്. അപ്പൊ രണ്ട് ഭാഗത്തുനിന്ന് നമ്പർ ചെയ്യുകയാണെങ്കിലും ഡബിൾ ബോണ്ടിന് ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് നമ്പർ ചെയ്യുകയാണെങ്കിൽ ബ്രോമോ എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷനിൽ വരും. സബ്സ്റ്റിറ്റ്വന്റിനും ലോവസ്റ്റ് നമ്പർ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ നമ്പറിംഗ് വേണം ചൂസ് ചെയ്യാൻ. 1 2 3 4 എന്നുള്ള രീതിയിൽ ഈ നമ്പറിംഗ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അപ്പൊ നമുക്ക് 2ാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് വരുന്ന 4 കാർബൺ ഉള്ള ആൽക്കീൻ ആണ്. എഗെയിൻ ഇറ്റ് ഇസ് ബ്യൂട്ട് 2-ene. ബ്യൂട്ട് 2-ene തന്നെയാണിത്. ഇനി നമ്മൾ എങ്ങനെയാ നോക്കിയത്? ഇവിടെ ഫസ്റ്റ് കാർബണിൽ ഒരു സബ്സ്റ്റിറ്റ്വന്റ് ഉണ്ട്, ബ്രോമോ. ബാക്കിയൊന്നുമില്ല. അപ്പൊ എങ്ങനെയാ? 1 ബ്രോമോ ബ്യൂട്ട് 2-ene എന്നാണ്. 1 ബ്രോമോ ബ്യൂട്ട് 2-ene എന്നാണ് ഇതിനെ നമ്പർ ചെയ്യുക. ഇനി അടുത്തത് ഈ ഒരു എക്സാമ്പിൾ ആണ്. ഈ എക്സാമ്പിളിൽ ഡബിൾ ബോണ്ട് ഇവിടെയാണ് വരുന്നത്. ഇവിടെ നിന്ന് നമ്പർ ചെയ്യുമ്പോൾ 1 2 3. 3 കാർബൺ ഉള്ള ആൽക്കീനാണ്. ഇവിടെ നിന്ന് നമ്പർ ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ടിന് ഫസ്റ്റ് പ്രയോറിറ്റി. തിരിച്ച് നമ്പർ ചെയ്യുകയാണെങ്കിൽ 1 2 3. അപ്പോൾ ഡബിൾ ബോണ്ടിന് സെക്കൻഡ് നമ്പർ ആണ് കിട്ടുക. അതായത് സെക്കൻഡ് കാർബണിലാണ് ഡബിൾ ബോണ്ട് വരിക. അപ്പൊ നമുക്കറിയാം ഡബിൾ ബോണ്ടിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം, ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ വരണം. അപ്പൊ ഇവിടെ നിന്നുള്ള നമ്പറിംഗ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യണത്. 1 2 3 എന്നുള്ള ഈ നമ്പറിംഗ് ആണ് പ്രിഫർ ചെയ്യണത്. 3ാമത്തെ കാർബണിൽ ഒരു ബ്രോമോ ഗ്രൂപ്പും 2ാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പും ഉണ്ട്. അപ്പൊ നമുക്ക് നമ്പർ ചെയ്യാം. 3 ബ്രോമോ 2 മീഥൈൽ. 3 കാർബണുള്ള ആൽക്കീനാണ്. ആദ്യത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട്. പ്രോപ്പ് 1-ene അല്ലെങ്കിൽ വെറുതെ പ്രൊപ്പീൻ എന്ന് എഴുതിയാലും ഫസ്റ്റ് കാർബണിലാണ് എന്നാണ് അർത്ഥം. പ്രോപ്പ് 1-ene. അപ്പൊ അങ്ങനെ ഇതും നമുക്ക് നെയിം ചെയ്യാം. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ഓൾ ദ പോസിബിൾ മോണോക്ലോറോ സ്ട്രക്ചറൽ ഐസോമേഴ്സ് എക്സ്പെക്റ്റഡ് ടു ബി ഫോംഡ് ഓൺ ഫ്രീ റാഡിക്കൽ മോണോക്ലോറിനേഷൻ ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ ഫ്രീ റാഡിക്കൽ മോണോക്ലോറിനേഷൻ നടത്തുമ്പോൾ ഫോം ചെയ്യാവുന്ന മോണോക്ലോറോ പ്രോഡക്ട്സിൻ്റെ ഫോമുല എഴുതാനാണ്, സ്ട്രക്ചറൽ ഐസോമേഴ്സിൻ്റെ ഫോമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ഒന്നും കൂടി എഴുതാം. CH3 ട്വൈസ് CH. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? CH3 ട്വൈസ് എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? CH3 CH2 CH3. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. അപ്പോൾ ഇവിടെ ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഓരോ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് ക്ലോറിനേഷൻ നടക്കുകയാണ്. ഫ്രീ റാഡിക്കൽ ക്ലോറിനേഷനാണ്. ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ക്ലോറിൻ വരികയാണ്. അപ്പോൾ നമുക്ക്
എത്ര തരത്തിലുള്ള ഹൈഡ്രജൻ ഉണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഐസോമറിൻ്റെയും ഫോർമുല നമുക്ക് എഴുതാം. ആദ്യം ഇവിടുത്തെ ഹൈഡ്രജൻ ആണ് റീപ്ലേസ് ചെയ്തതെന്ന് വയ്ക്കുക. ഈ ഫസ്റ്റ് പൊസിഷനിലുള്ള ഹൈഡ്രജൻ ആണ് റീപ്ലേസ് ചെയ്തതെങ്കിൽ അപ്പോൾ നമുക്ക് ഫോം ചെയ്യണ കോമ്പൗണ്ടിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ CH3 CH2 ഇവിടുത്തെ കാർബണിലത്തെ 3 ഹൈഡ്രജനിൽ നിന്ന് ഒരെണ്ണം റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് ക്ലോറിൻ വരും, CH2Cl. അടുത്തത് ഈ കാർബണിലത്തെ ഇവിടുത്തെ ഈ കാർബണിലത്തെ ഹൈഡ്രജനെയാണ് റീപ്ലേസ് ചെയ്യണേന്ന് വയ്ക്കുക. അപ്പോൾ എങ്ങനെയാണ് ഫോർമുല വരിക? CH3 CH CH3 CH Cl CHCl CH3. ഇനി ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുകയാണ്. ഈ ഹൈഡ്രജനെ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഇതിനെ റീപ്ലേസ് ചെയ്യുന്നു. അപ്പോഴോ CH3 CCl CH3 CH2 CH3. ഇതിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഈ CCl എന്നുള്ളതിന് പകരം ഇങ്ങനെ എഴുതിയിട്ട് മുകളിലേക്ക് Cl എന്ന് കൊടുക്കാം. രണ്ടായാലും ഒരേ പോലെ തന്നെയാണ്. ഓക്കെ, ഈ CL എന്നുള്ളതാണ് നമ്മളിവിടെ ബ്രാക്കറ്റിൽ Cl എന്നിട്ടിട്ട് എഴുതിയത്. ഇതിനെയും വേണമെങ്കിൽ ഈ കാർബണിൻ്റെ മുകളിലായിട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നാലാമത് ഇവിടുത്തെ കാർബണിലത്തെ ഹൈഡ്രജനാണ്. അപ്പം അതിനെ നമുക്ക് എങ്ങനെ എഴുതുക? CH3 CH2Cl CH2 CH3. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ കാർബണിൽ വന്നാലും സെയിം ഒരേപോലെ തന്നെയാണ്, രണ്ടും വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് രണ്ടും, അതായത് CH2Cl CH3 CH2 CH3 ഇത് രണ്ടും ഒരേപോലെയാണ്. ബാക്കി അപ്പോൾ അങ്ങനെ ഇത് രണ്ടിനും കൂടിയിട്ട് ഒന്ന്, അതായത് ഇത് രണ്ടും ഒന്നായതുകൊണ്ട് നമുക്ക് ഇതിനെ 1 എന്ന് കൗണ്ട് ചെയ്യാം. അങ്ങനെ ഇത് 2 3 4. അപ്പോൾ ഈ 4 ഐസോമറുടെ സ്ട്രക്ചറൽ ഫോർമുലയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് 4 ഐസോമറിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ പ്രോഡക്ട്സ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ പ്രോഡക്റ്റിൻ്റെ സ്ട്രക്ചർ എഴുതുക. അപ്പോൾ ആദ്യത്തെ എന്താണ്? ഒരു ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് HBrആയിട്ട് റിയാക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവും ഈ റിയാക്ഷൻ ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ആൽക്കീൻ. ഈ ആൽക്കീൻ്റെ 2 പുറത്തുള്ള കാർബൺ ആറ്റത്തിൻ്റെ എണ്ണത്തിന് ഡിഫറൻസ് ഉണ്ട്. ഇത് ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജനും ഇവിടെ ഒരു എന്താ പറയുക അരോമാറ്റിക് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 ഹൈഡ്രജൻ, അതായത് ആൽക്കീനിൻ്റെ 2 സൈഡിലും ഡബിൾ ബോണ്ടിൻ്റെ 2 സൈഡിലുള്ള കാർബൺ ആറ്റങ്ങളിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള സബ്സ്റ്റിറ്റ്വൻസ് ഡിഫറെൻ്റ് ആണ്. അങ്ങനത്തെ ആൽക്കീനാണ് അൺസിമെട്രിക്കൽ ആൽക്കീൻ. അതിലേക്ക് ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു റിയേജൻ്റ് ആഡ് ചെയ്യാണ്. അപ്പോൾ അഡീഷൻ ഏത് റൂളിനെ ബേസ് ചെയ്തിട്ടാണ് നടക്കുക? മാർക്കോവ്-നിക്കോവ്സ് റൂളിനെ ബേസ് ചെയ്തിട്ടാണ് അഡീഷൻ നടക്കുക. മാർക്കോവ്-നിക്കോവ്സ് റൂൾ. അപ്പോൾ മാർക്കോവ്-നിക്കോവ്സ് റൂളിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ഒരു അൺസിമെട്രിക്കൽ റിയേജൻ്റ് അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് ആഡ് ചെയ്യുക? ഈ റിയേജൻറ്റിൻ്റെ നെഗറ്റീവ് പാർട്ട് H+ഉം Br- ആയിട്ട് അയണൈസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് പാർട്ട് ഏത് കാർബണിലേക്കാണ് ആഡ് ചെയ്യുക? ദ നെഗറ്റീവ് പാർട്ട് ഇസ് ആഡഡ് ടു ദാറ്റ് കാർബൺ ആറ്റം ഹാവിങ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇതിലേതിലാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം കുറവ്? ഈ കാർബണിലാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം കുറവ്. അപ്പോൾ അവിടേക്ക് Br ആഡ് ചെയ്യും, അടുത്ത കാർബണിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് എഴുതാം. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട് ഓൾറെഡി, അവിടേക്ക് ബ്രോമിൻ ആഡ് ചെയ്തു. ഇവിടെ ഓൾറെഡി 2 ഹൈഡ്രജൻ ഉണ്ട്, അവിടേക്ക് ഒരു ഹൈഡ്രജനും കൂടെ വന്നു. ഓക്കെ, ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഹൈഡ്രജൻ കുറവുള്ള ഭാഗത്തേക്ക് ബ്രോമിനും ഹൈഡ്രജൻ കൂടുതലുള്ള ഭാഗത്തേക്ക് Hഉം ആഡ് ചെയ്തു. അഡീഷനാണ്. അൺസിമെട്രിക്കൽ റിയേജൻ്റ് അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ addition occurs according to
മാർക്കോണിക്കോവ്സ് റൂൾ. അഡീഷൻ നടക്കുന്നത് ഏത് റൂളിനെ ബേസ് ചെയ്തിട്ടാണ്? മാർക്കോണിക്കോവ്സ് റൂളിനെ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ അടുത്ത റിയാക്ഷനും അതെ. ഇവിടെ ഡബിൾ ബോണ്ടിന് രണ്ട് ഭാഗത്തുള്ള കാർബൺ ആറ്റത്തിൻ്റെ എണ്ണത്തിന് ഡിഫറൻസ് ഉണ്ട്. അതായത് ഇതൊരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് ആണ്. അതിലേക്ക് എന്താണ്? അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനിലേക്ക് അൺസിമെട്രിക്കൽ ആയിട്ടുള്ള റിയേജൻ്റ് ആഡ് ചെയ്യണു. HCl എന്ന് പറയുന്നത് ഒരു അൺസിമെട്രിക്കൽ റിയേജൻ്റ് ആണ്. അപ്പം H+ഉം Cl- ആയിട്ട് അയണൈസ് ചെയ്യും. ഇതിൻ്റെ Cl- ഈ രണ്ട് ഭാഗത്തും ഡബിൾ ബോണ്ടിൻ്റെ ഏത് ഭാഗത്തുള്ള കാർബണിലാണോ ഹൈഡ്രജൻ കുറവ് അവിടേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെയാണ് ഹൈഡ്രജൻ കുറവ്, അപ്പോൾ അവിടേക്ക് Cl ആഡ് ചെയ്യും. അഗെയിൻ മാർക്കോണിക്കോവ്സ് റൂളിനെ ബേസ് ചെയ്തിട്ട് CH3 CH2 CH ഡബിൾ ബോണ്ട് CH2 ആയിരുന്നു. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടേക്ക് ക്ലോറിൻ വരും. ഇവിടെ ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ CH3 എന്നാവും. ഓക്കെ, അടുത്തതും അതെ. ഇവിടെ ഡബിൾ ബോണ്ട്, അതായത് ഡബിൾ ബോണ്ടിൻ്റെ രണ്ട് സൈഡിലുള്ള കാർബൺ ആറ്റത്തിൻ്റെ എണ്ണത്തിന് ഡിഫറൻസ് ഉണ്ട്. അതായത് ഇതൊരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ആൽക്കീനാണ്. അതിലേക്ക് അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു റിയേജൻ്റ് ആഡ് ചെയ്തു. പക്ഷേ ഇവിടെ എന്തുണ്ട്? ഒരു ആരോയിലൊരു കണ്ടീഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണ് അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനിലേക്ക് അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു റിയേജൻ്റ് ആഡ് ചെയ്യണമെങ്കിൽ അഡിഷൻ ആൻറ്റി മാർക്കോണിക്കോവ്സ് റൂളിനനുസരിച്ചിട്ടാണ് നടക്കുക. അതായത് പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നടക്കുക. അപ്പോൾ പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ ഓപ്പോസിറ്റ് നടക്കുക എന്ന് പറയുമ്പോൾ സാധാരണ എങ്ങനെയാണ് വരുന്നത്? ഹൈഡ്രജൻ കുറവുള്ള ഭാഗത്തേക്ക് നെഗറ്റീവ് പാർട്ട് പോവും. അതായത് H+ഉം Br- ആയിട്ട് അയണൈസ് ചെയ്യുമ്പോൾ ഈ Br- ഹൈഡ്രജൻ കുറവുള്ള ഭാഗത്തേക്ക് പോവും. പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ Br- ഹൈഡ്രജൻ കൂടുതലുള്ള കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുക? CH2 C ഡബിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2 ആയിരുന്നു. അതിലേക്ക് HBr ആണ് ആഡ് ചെയ്യണത്. അപ്പോൾ Br- എവിടെയാണോ ഹൈഡ്രജൻ കൂടുതൽ അവിടേക്ക് ആഡ് ചെയ്യും ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്. CH2Br ഇത് ബ്രേക്ക് ചെയ്തു. ഇവിടേക്ക് എന്ത് ചെയ്തു? ഈ കാർബണിലത്തെ ഹൈഡ്രജൻ രണ്ട് ഹൈഡ്രജൻ വന്നു. അപ്പോൾ CH2Br ഇവിടെ ഒരു ഹൈഡ്രജനാണ് ഉള്ളത്. ഇവിടുത്തെ ഹൈഡ്രജനും കൂടെ വന്നപ്പോൾ CH2 ആയി. ഈ പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ ഹൈഡ്രജൻ കുറവുള്ള ഈ കാർബണിലേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള Br- ആഡ് ചെയ്തു. ആൻറ്റി മാർക്കോണിക്കോവ്സ് റൂൾ അനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റാണ് മേജർ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യും. അടുത്ത ചോദ്യമാണ്, ഹാലോ ആൽക്കെയിൻസ് റിയാക്ട് വിത്ത് KCN ടു ഫോം ആൽക്കോസൈനേറ്റ്സ് ആസ് ദ മെയിൻ പ്രോഡക്റ്റ് വൈൽ AgCN ഫോംസ് ഐസോസൈനേറ്റ്സ് ആസ് ദ ചീഫ് പ്രോഡക്റ്റ്. എന്താണ് ചോദ്യം? ഹാലോ ആൽക്കെയിൻസ് റിയാക്ട് with KCN to form alkyl cyanides as the main product while AgCN forms isocyanides as the chief product. Explain. ഇപ്പോൾ ഹാലോ ആൽക്കെയിൻസ് KCN-ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കൈൽ സയനൈഡ് ഫോം ചെയ്യും. അതായത് കാർബൺ വഴിയാണ് ലിങ്കിങ് നടക്കുക. പക്ഷേ AgCN-ആയിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഐസോസയനൈഡ് ആണ് ഫോം ചെയ്യുക. എന്തുകൊണ്ടാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം നമുക്ക് KCN എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ട് അയോണിക് ആണ്. അതെങ്ങനെയാണ് അയണൈസ് ചെയ്യുക? K++ Cn- എന്നായിട്ടാണ് അയണൈസ് ചെയ്യുക. അതായത് ഇവിടെ കാർബണും നൈട്രജനും ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ അറ്റാക്ക് ഏത് കാർബൺ വഴിയാണ് അവിടെ അറ്റാക്ക് നടക്കുന്നത്. അതായത് ഇലക്ട്രോൺ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ് ചെയ്യുന്നത് കാർബൺ ആണ്. ഇവൻ ദോ കാർബണും നൈട്രജനും ഇലക്ട്രോൺ പെയർസിനെ ഡൊണേറ്റ് ചെയ്യാമെങ്കിലും കാർബൺ ആണ് ഇവിടെ ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യണത്. അതിന് കാരണം എന്താ? കാർബൺ ബോണ്ട് എന്ന് പറയുന്നത് കാർബൺ നൈട്രജൻ ബോണ്ടിനേക്കാൾ സ്ട്രോങ്ങർ ആണ്. അതുകൊണ്ടാണ് ഇവിടെ കാർബൺ ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യണത്. ഇനി AgCN എന്ന് പറഞ്ഞാൽ ഇതൊരു കൊവാലൻ കോമ്പൗണ്ട് ആണ്. ഇവിടെ നൈട്രജൻ ആണ് ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ എളുപ്പം. അപ്പോൾ അറ്റാക്ക് നടക്കുക എങ്ങനെയാണ്? കാർബൺ നൈട്രജൻ എന്നുള്ള രീതിയിലാണ് അറ്റാക്ക് നടക്കുക. അതായത് നൈട്രജനിലേക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നത് ഐസോസയനൈഡ്സ് ആണ്. ഇവിടെ കാർബൺ വഴിയാണ് അറ്റാക്ക് എങ്കിൽ അപ്പോൾ ഫോം ചെയ്യണത് എന്താണ്? സയനൈഡ്സ് ആണ്. ആൽക്കൈൽ സയനൈഡ് ആണ്. ഇൻ കേസ് ഓഫ് KCN ആൽക്കൈൽ സയനൈഡ് ഫോം ചെയ്യും. AgCN ആവുമ്പോൾ ഐസോസയനൈഡ് ആണ് ഫോം ചെയ്യുക. കാരണം KCN എന്ന് പറയുന്നത് അയോണിക് ആണ്.
AgCN എന്ന് പറയുന്നത് കൊവാലന്റ് ആണ്. അയണിക് ആയിട്ടുള്ള KCNല് സയനൈഡ് അയോൺസ് ജനറേറ്റ് ചെയ്യും. ഈ സയനൈഡ് അയോണിലെ കാർബണും നൈട്രജനും ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ് ചെയ്യുന്നത് കാർബൺ ആണ്. അതിന് കാരണം കാർബൺ കാർബൺ ബോണ്ട് എന്ന് പറയുന്നത് കാർബൺ നൈട്രജൻ ബോണ്ടിനേക്കാൾ സ്ട്രോങ്ങർ ആയതുകൊണ്ടാണ്. പക്ഷേ AgCN എന്ന് പറയുന്നത് കൊവാലന്റ് കോമ്പൗണ്ട് ആയതുകൊണ്ട് ഇവിടെ നൈട്രജന് മാത്രമേ ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് അവിടെ AgCNന്റെ കേസിൽ അറ്റാക്ക് എങ്ങനെയാണ് നടക്കുന്നത്? ത്രൂ നൈട്രജൻ അയോൺ ആണ് അറ്റാക്ക് നടക്കുന്നത്. അതുകൊണ്ട് അവിടെ ഫോം ചെയ്യുന്നത് ഐസോസയനൈഡ്സ് ആണ്. അടുത്ത ചോദ്യമാണ്, ഇൻ ദ ഫോളോയിങ് പെയർസ് ഓഫ് ഹാലജൻ കോമ്പൗണ്ട്സ് വിച്ച് വുഡ് അണ്ടർഗോ SN2 റിയാക്ഷൻ ഫാസ്റ്റർ? ഈ പെയേഴ്സിൽ ഏതാണ് SN2 മെക്കാനിസം ഫാസ്റ്റർ ആയിട്ട് തരിക എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്കറിയാം SN2 മെക്കാനിസം സബ്സ്റ്റിറ്റ്യൂഷൻ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ മോളിക്കുലാർ റിയാക്ഷൻ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുക? ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോർമേഷൻ വഴിയാണ് നടക്കുന്നത്. അതായത് ഹാലജൻ ലീവിംഗ് ഗ്രൂപ്പും അതുപോലെ തന്നെ ഇൻകമിംഗ് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈലും കമ്പൈൻ ചെയ്തിട്ട് എന്താണ് ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യും. ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യും. ഇതിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിൽ എന്തുണ്ട്? ഈ ലീവിംഗ് ഗ്രൂപ്പ് അവിടെ നിന്ന് പോവും. അപ്പോൾ ബാക്ക് സൈഡിലൂടെ ന്യൂക്ലിയോഫൈല് അറ്റാച്ച് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ SN2 മെക്കാനിസം നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ SN2 മെക്കാനിസം നടക്കുന്ന സമയത്ത് നമ്മുടെ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണില് എത്ര പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെറിഷറി ആണോ മറ്റെത്ര ഗ്രൂപ്പ്സുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് റിയാക്ടിവിറ്റി പറയുകയാണെങ്കിൽ ഇവിടെ കൂടുതൽ ക്രൗഡിങ് വരണതിനനുസരിച്ചിട്ട് റിയാക്ഷൻ സ്ലോവർ ആവും. അതായത് നമ്മുടെ ഹാലജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിലേക്ക് വേറെ ഗ്രൂപ്പുകളൊക്കെ വരുമ്പോൾ ബൾക്കി ആയിട്ടുള്ള ഗ്രൂപ്പ് വരികയാണെങ്കിൽ റിയാക്ഷൻ സ്ലോവർ ആവും. അപ്പൊ നമുക്ക് പറയാം പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ ഫാസ്റ്റർ ആയിട്ട് SN2 മെക്കാനിസം തരും. അത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡറി വരിക, പിന്നെയാണ് ടെറിഷറി ആൽക്കൈൽ ഹാലൈഡ് വരിക. അപ്പൊ റിയാക്ഷൻ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആവുമ്പോൾ കൂടും, അത് കഴിഞ്ഞ് സെക്കൻഡറി, അത് കഴിഞ്ഞ് ടെറിഷറി. അങ്ങനെയാണ് റിയാക്ഷന്റെ ഓർഡർ വരുന്നത്. ഇപ്പൊ ഈ രണ്ട് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ എന്ന് പറയുന്നത് എന്താണ്? ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ എന്ന് പറയുന്നത് ഒരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡിന് എക്സാമ്പിൾ ആണ്. ഇതൊരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണ്. ഇവിടെയോ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഡയറക്റ്റ് ആയിട്ട് മറ്റു രണ്ട് കാർബൺ ആറ്റംസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് ആണ്. അപ്പൊ നമുക്കറിയാം പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണ് SN2 മെക്കാനിസം ഫാസ്റ്റർ ആയിട്ട് തരിക ദാൻ സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്. അപ്പൊ ഇവിടെ SN2 മെക്കാനിസം ഫാസ്റ്റർ ആയിട്ട് തരുന്നത് ഈ കോമ്പൗണ്ട് ആയിരിക്കും. ഇനി അടുത്തൊരു എക്സാമ്പിൾ ആണ് ഒരു അയഡോ ആൽക്കെയിനും ഒരു ക്ലോറോ ആൽക്കെയിനും. അതായത് 1, 2, 3, 4 ഇത് അയഡോ ബ്യൂട്ടെയിൻ ആണ്, ഇത് ക്ലോറോ ബ്യൂട്ടെയിൻ ആണ്. ഇതിൽ SN2 മെക്കാനിസം തരികയാണെങ്കിൽ ഏതാണ് ഫാസ്റ്റർ ആയിട്ട് SN2 മെക്കാനിസം തരിക? രണ്ടും പ്രൈമറി ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ് ആണ്. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെറിഷറി ആണോ എന്ന് നോക്കിയിട്ട് ഏതാണ് ഫാസ്റ്റർ ആയിട്ട് SN2 മെക്കാനിസം തരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ അതായത് ഈ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലീവിംഗ് ഗ്രൂപ്പ് ഹാലജൻ എന്ന് പറയുന്നത് ഇവിടെ ലീവിംഗ് ഗ്രൂപ്പാണ്. അത് എത്ര ഫാസ്റ്റർ ആയിട്ടാണ് ഇവിടുന്ന് ലീവ് ചെയ്യണത് അതിനനുസരിച്ചിട്ട് ഫാസ്റ്റർ ആയിരിക്കും നമ്മുടെ SN2 മെക്കാനിസത്തിന്റെ റേറ്റ്. ഇവിടെ അയഡിൻ വരുന്ന സമയം ഈ ഹാലജൻസ് ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഈ 3 ഹാലജനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താഴത്തേക്ക് വരുന്തോറും നമുക്കറിയാം സൈസ് കൂടും. സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ലീവിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബെറ്റർ ലീവിംഗ് ഗ്രൂപ്പ് ആയിട്ട് മാറും. അതായത് അതിന്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുമല്ലോ, ബൾക്കി ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അപ്പൊ അത് എന്താണ് ഈസി ആയിട്ട് ലീവ് ചെയ്യും. അപ്പൊ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്താണ് അത് ബെറ്റർ ലീവിംഗ് ഗ്രൂപ്പായിട്ട് ഹാലജൻ ബെറ്റർ ലീവിംഗ് ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അയഡിനും ക്ലോറിനും കമ്പയർ ചെയ്യുമ്പോൾ അയഡിന്റെ സൈസ് കൂടുതലായതുകൊണ്ട് അയഡിൻ ഇസ് ദ ബെസ്റ്റ് ലീവിംഗ് ഗ്രൂപ്പ് കമ്പയർഡ് ടു ക്ലോറിൻ. അപ്പൊ ഈ രണ്ട് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഏതിലായിരിക്കും ഫാസ്റ്റർ ആയിട്ട് SN2 മെക്കാനിസം തരിക? അയഡിന്റെ കേസിലായിരിക്കും ഫാസ്റ്റർ ആയിട്ട് SN2 മെക്കാനിസം തരിക. കാരണം അയഡിൻ എന്ന് പറയുന്നത് ഒരു ബെറ്റർ ലീവിംഗ് ഗ്രൂപ്പാണ് ദാൻ ക്ലോറിൻ. അടുത്ത ചോദ്യമാണ്, predict the order of reactivity of the following compounds in SN2 and SN1 mechanism. SN2 മെക്കാനിസത്തിലും SN1 മെക്കാനിസത്തിലും എങ്ങനെയാണ് ഈ റിയാക്ടിവിറ്റിയുടെ ഓർഡർ എന്നാണ് ചോദ്യം. അപ്പൊ അതില് രണ്ട് സെറ്റാണ്. ആദ്യത്തെ ചോദ്യമാണ് 4 ഐസോമെറിക് ബ്രോമോബ്യൂട്ടൈൻസ്. ബ്രോമോബ്യൂട്ടൈൻസ് എന്ന് പറയുമ്പോൾ 4 കാർബൺ വരുന്ന
ഹാലോ ആൽക്കെയിൻ ആണല്ലോ. അതിന്റെ 4 ഐസോമെറിക് ഫോം ആണ് ഈ വരച്ചിരിക്കുന്നത്. ഈ 4 ഐസോമെറിക് ഫോമില് SN1 മെക്കാനിസം നടക്കുകയാണെങ്കിലും SN2 മെക്കാനിസം നടക്കുകയാണെങ്കിലും ഏത് രീതിയിലാണ് അതിന്റെ റിയാക്ടിവിറ്റി വേരി ചെയ്യുക എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇതിൽ ഓരോന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 കാര്യം അറിയാം. SN1 മെക്കാനിസം ആണെങ്കിൽ കാർബോകാറ്റയോൺ ഫോർമേഷൻ വഴിയാണ് നടക്കുന്നത്. അപ്പോൾ ടെർഷ്യറി കാർബോകാറ്റയോൺ സെക്കൻഡറി കാർബോകാറ്റയോണേക്കാൾ സ്റ്റേബിൾ ആണ്. അതിനേക്കാൾ സ്റ്റേബിൾ ആണ് അതിനേക്കാൾ കുറവ് സ്റ്റേബിലിറ്റി ഉള്ളൂ സെക്കൻഡറിക്ക്, പിന്നെയാണ് പ്രൈമറി വരുന്നത്. അപ്പൊ SN1 മെക്കാനിസം ആണെങ്കിൽ റിയാക്ടിവിറ്റി ഓർഡർ എന്ന് പറയുന്നത് ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി എന്നുള്ള ഓർഡറിലാണ്. ഇനി SN2 മെക്കാനിസം ആണെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്തിട്ടാണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യണത്. അപ്പൊ ആ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ എന്താണ് ലീവിംഗ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ, അതായത് ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ അതിന് ചുറ്റും ബൾക്കിയർ ആയിട്ടുള്ള ഗ്രൂപ്പ് വരണതിനനുസരിച്ചിട്ട് റിയാക്ടിവിറ്റി കുറയും. അപ്പൊ അതിന്റെ ഓർഡറിൽ നമുക്ക് പ്രൈമറിക്കാണ് സ്റ്റെബിലിറ്റി റിയാക്ടിവിറ്റി കൂടുതൽ, പിന്നെ സെക്കൻഡറി, പിന്നെ ടെർഷ്യറി എന്ന് പറയാം ഇൻ കേസ് ഓഫ് SN2 മെക്കാനിസം. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കതൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇതില് ഈ ഒരു എക്സാമ്പിളില് ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ മറ്റൊരൊറ്റ കാർബൺ ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു കാർബൺ ഉള്ള ഒരു ഗ്രൂപ്പുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതൊരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അതേ ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ മറ്റൊരു കാർബൺ ഉള്ള ഗ്രൂപ്പുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതും എന്താണ് ഒരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണ്. ഇനി ഇത് നോക്കുകയാണെങ്കിൽ ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഡയറക്റ്റ് ആയിട്ട് മറ്റ് 2 കാർബൺ ആറ്റംസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട്. അതായത് ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ മറ്റ് 2 ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇതൊരു സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ മറ്റ് 3 ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തത് കൊണ്ട് നമുക്ക് പറയാം ഇതൊരു ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് ആണ് എന്ന്. അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ടെർഷ്യറിക്കാണ്, പിന്നെ സെക്കൻഡറിക്ക്. അപ്പൊ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് CH3 ത്രൈസ് CBr എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട് ആണ്, CH3 ത്രൈസ് CBr. അത് കഴിഞ്ഞ റിയാക്ടിവിറ്റി ഇതിനാണ് വരുന്നത്. ഇതൊരു സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ്. അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാം? CH3 CH2 CHBr CH3 CH3 CH2 CHBr CH3. ഇതിനാണ് അടുത്ത ഓർഡർ. ഇനി ഇത് രണ്ടും പ്രൈമറി ആണ്. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഏതിനാണ് റിയാക്ടിവിറ്റി നമുക്ക് പറയാം? അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ കാർബോകാറ്റയോൺ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് കാർബോകാറ്റയോൺ ഇന്റർമീഡിയറ്റിനെ കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡക്റ്റീവ്, അതായത് ഇതിലുള്ള പോസിറ്റീവ് ചാർജിനെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഇൻഡക്റ്റീവ് ഇഫക്റ്റിന്റെ കാരണം കൂടുതലായിട്ട് കാർബോകാറ്റയോൺ സ്റ്റെബിലൈസ്ഡ് ആവും. അപ്പോൾ ഈ 2 എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ കാർബോകാറ്റയോണിന്റെ അടുത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൽ 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് അതിന്റെ ഇലക്ട്രോൺ റിലീസിംഗ് ഇൻഡക്റ്റീവ് ഇഫക്റ്റിന്റെ ഇൻഫ്ലുവൻസ് കാരണം ഈ കാർബോകാറ്റയോൺ ആണ് കൂടുതൽ സ്റ്റേബിൾ ആവുക ദാൻ ദിസ് കാർബോകാറ്റയോൺ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റിയാക്ടിവിറ്റി ഇതിനാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഒരു നോർമൽ ബ്രോമോബ്യൂട്ടൈനിന്റെ സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ നമുക്ക് എങ്ങനെ എഴുതാം? അടുത്ത കോമ്പൗണ്ട് എന്ന് പറയുന്നത് CH3 twice CH2Br എന്ന് പറയുന്ന ഈ കാർബോകാറ്റയോൺ ആണ് CH2Br. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നുള്ളൂ? CH3 CH2Br. മനസ്സിലായല്ലോ? അപ്പൊ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ നമ്മൾ എഴുതുകയാണെങ്കിൽ ഇതാണ് ഫസ്റ്റ് സ്റ്റേബിള്, അത് കഴിഞ്ഞിട്ട് ഇത്, അത് കഴിഞ്ഞിട്ട് ഇത്, അത് കഴിഞ്ഞിട്ട് ഇത്. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ എഴുതിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇവിടെ C6H5 CH2Br C6H5 അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇനി ഇതിന്റെ തന്നെ SN2 മെക്കാനിസത്തിന്റെ സ്റ്റെബിലിറ്റി പറയണം. അപ്പൊ ഈ ഓർഡർ എന്ന് പറയുന്നത്, അതായത് ഈ 4 എണ്ണം കമ്പയർ ചെയ്യുമ്പോൾ ഐസോമറിക് ആയിട്ടുള്ള ബ്രോമോബ്യൂട്ടൈൻസ് കമ്പയർ ചെയ്യുമ്പോൾ SN1ന്റെ റിയാക്ടിവിറ്റി ആണ് നമ്മൾ പറഞ്ഞത് ടെർഷ്യറിക്ക് കൂടുതൽ, അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി, അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇത് രണ്ടും പ്രൈമറി ആണ്, കമ്പയർ ചെയ്യുമ്പോൾ ഇത്, അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു നോർമൽ ആയിട്ടുള്ള ബ്രോമോബ്യൂട്ടൈനിന്റെ റിയാക്ടിവിറ്റി വരുന്നത്. അപ്പൊ സ്റ്റെബിലിറ്റി താഴത്തേക്ക് വരും തോറും അതിന്റെ റിയാക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഈ എഴുതിയതിന്റെ ഓർഡറിലാട്ടോ ഞാൻ പറഞ്ഞത്. ഇതിൽ ഏറ്റവും റിയാക്റ്റീവ് ഇത്, പിന്നെ ഇത്, പിന്നെ
ഈ കോമ്പൗണ്ട്, അത് കഴിഞ്ഞിട്ട് ഈ കോമ്പൗണ്ട്. SN1 മെക്കാനിസത്തിൽ. ഇനി SN2 മെക്കാനിസം ആവുമ്പോൾ നമുക്ക് മനസ്സിലായി SN2 മെക്കാനിസം എന്ന് പറയുന്നത് പ്രൈമറി ആണ് കൂടുതൽ റിയാക്റ്റീവ്, പിന്നെ സെക്കൻഡറി, പിന്നെ ടെറിഷറി അല്ലേ. അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതില് ഈ ഒരു ഗ്രൂപ്പ് രണ്ടും പ്രൈമറി ആണ്. അപ്പൊ ഇതിന്റെ തന്നെ റിയാക്ടിവിറ്റി നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ഈ ഒരു ഗ്രൂപ്പിലേക്ക്, അതായത് ഹാലജൻ ഉള്ള കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കാൻ രണ്ട് ഗ്രൂപ്പുകൾ വരികയാണ്. അതായത് ഇവിടെ ക്രൗഡിങ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ SN2 മെക്കാനിസം എന്ന് പറയുന്നത് ഫാസ്റ്റർ ആയിട്ട് ഇതിലാ തരിക. അത് കഴിഞ്ഞിട്ട് തന്നെയാണ് ഇതിൽ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ നേരെ റിവേഴ്സ് ഓർഡർ ആണ് SN1 മെക്കാനിസത്തിൽ ഫോളോ ചെയ്യുന്നത്. SN2 മെക്കാനിസത്തിന്റെ നേരെ റിവേഴ്സ് ഓർഡർ ആണ് SN1 മെക്കാനിസത്തിൽ ഫോളോ ചെയ്യുന്നത്. again നമ്മുടെ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് C6H5CH2Br, C6H5CHBr, C6H5, C6H5CHBr, CH3, C6H5CCH3Br, C6H5. അപ്പൊ ഇതെല്ലാം നമ്മളൊന്ന് വരച്ച് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ CH2Br, ഇവിടെ ഒരു C6H5 റിംഗ് ഉണ്ട്. ഓക്കെ, രണ്ടാമത്തത് CH, ഇങ്ങനെ തന്നെ എഴുതാം, CHBr, ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു റിംഗ് വന്നു. മൂന്നാമത്തതിലോ ഇവിടെ C6H5CHBr, ഇവിടെ CH3 ആണ് വരുന്നത്. CHBr, CH3. നാലാമത്തെ ആണെങ്കിലോ C, ഒരു ഹൈഡ്രജനും കൂടെ ഉണ്ടല്ലോ, അതിനെ കൂടി റീപ്ലേസ് ചെയ്തിട്ട് ഏത് വന്നു? ഒരു ബെൻസീൻ റിംഗ് വന്നു. ഇനി ഇതിന്റെ SN1 SN2 മെക്കാനിസത്തിന്റെ റിയാക്ടിവിറ്റി ആണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ C6H5CH2Br എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ, ഈ SN1 മെക്കാനിസം നടക്കുമ്പോൾ ഇതൊരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണ്. അപ്പൊ ഇവിടെ പ്രൈമറി കാർബോകാറ്റയോൺ ആണ് ജനറേറ്റ് ചെയ്യുക. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് ആണ്, ഇതും അതേ ഒരു സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് ആണ്, ഇതൊരു ടെറിഷറി ആൽക്കൈൽ ഹാലൈഡ് ആണ്. നമുക്കറിയാം SN1 മെക്കാനിസത്തിന്റെ ഓർഡർ എന്ന് പറയുന്നത് ടെറിഷറി വിൽ ബി മോർ റിയാക്റ്റീവ് ദാൻ സെക്കൻഡറി, അത് കഴിഞ്ഞിട്ടാണ് പ്രൈമറി വരുള്ളൂ. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഇതിനാണ് എന്ന് മനസ്സിലായി, കാരണം ഇതൊരു ടെറിഷറി കാർബോകാറ്റയോൺ ആണ്. അത് കഴിഞ്ഞിട്ട് ഏതിനാണ്? ഈ രണ്ട് കോമ്പൗണ്ട് നോക്കിക്കഴിഞ്ഞാലും രണ്ടും സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് ആണ്. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലീവിംഗ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് എന്താ പറയുക ബെൻസീൻ റിങ്ങുകളുടെയും റെസണൻസ് ഇഫക്റ്റ് കാരണം ഇത് സ്റ്റെബിലൈസ് ചെയ്യും. ഇവിടെയാണെങ്കിലോ ഒരു ബെൻസീൻ റിങ്ങിന്റെ റെസണൻസ് ഇഫക്റ്റ് കാരണമാണ് ഇവിടെ സ്റ്റെബിലൈസേഷൻ വരുന്നുള്ളൂ. അപ്പോൾ ഫോംഡ് കാർബോകാറ്റയോൺ വിൽ ബി മോർ സ്റ്റെബിലൈസ്ഡ് ഇൻ ദിസ് എക്സാമ്പിൾ. ഈ ഒരു എക്സാമ്പിളിലാണ് ഈ കാർബോകാറ്റയോൺ കൂടുതൽ സ്റ്റേബിൾ ആവുക, കാരണം ഇതിൽ രണ്ട് ബെൻസീൻ റിങ്ങിന്റെ എന്താണ് റെസണൻസ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. ഇവിടെ ഒരൊറ്റ ബെൻസീൻ റിംഗ് മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ഓർഡർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ഈ കോമ്പൗണ്ട് ആയിരിക്കും, ഇത് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും സെക്കൻഡറി ആണെങ്കിൽ ഇതാണ് SN1 മെക്കാനിസത്തിൽ കൂടുതൽ റിയാക്റ്റീവ്. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലീസ്റ്റ് റിയാക്ടിവിറ്റി ഇതിനായിരിക്കും. നമ്മൾ റിയാക്ടിവിറ്റിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. SN1 ഈ കോമ്പൗണ്ട് ഫസ്റ്റ്, പിന്നെ ഇത് രണ്ടും സെക്കൻഡറി ആണെങ്കിലും കൂടുതൽ റെസണൻസ് സ്റ്റെബിലൈസേഷൻ, കാർബോകാറ്റയോൺ വിൽ ബി മോർ റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ഇൻ ദിസ് എക്സാമ്പിൾ. അപ്പൊ ഇതാണ് കൂടുതൽ റിയാക്റ്റീവ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കോമ്പൗണ്ട്, പിന്നെയാണ് ഈ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് വരുന്നത് SN1 റിയാക്ഷന്റെ കേസിൽ. ഓക്കെ, ഇനി SN2 മെക്കാനിസം ആണെങ്കിലോ SN2 മെക്കാനിസം ആകുമ്പോൾ നമുക്കറിയാം പ്രൈമറിക്കാണ് കൂടുതൽ റിയാക്ടിവിറ്റി, പ്രൈമറിയാണ് കൂടുതൽ റിയാക്റ്റീവ്, ടെറിഷറിയാണ് ലീസ്റ്റ് റിയാക്റ്റീവ്. അത് ഓക്കെ. ഇനി ഇത് രണ്ടും എന്താണ് നമ്മുടെ കേസിൽ സെക്കൻഡറി ആണ്. ഇതിൽ ഏതിനാണ് റിയാക്ടിവിറ്റി? SN2 മെക്കാനിസത്തിൽ റിയാക്ടിവിറ്റി കൂടുക എന്നാണ് നോക്കേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കി ഇവിടെ
ഈ ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അതായത് ലീവിംഗ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ 2 ബൾക്കി ആയിട്ടുള്ള ഈ ഫിനൈൽ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇവിടെ ലീവിംഗ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിൽ ഒരു ഫിനൈൽ റിംഗ് അല്ലെങ്കിൽ ഒരു ബെൻസീൻ റിംഗ് മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഈ എക്സാമ്പിളില് കൂടുതൽ സ്റ്റെറിക് ക്രൗഡിങ് ഏതിനായിരിക്കും? ഇതിനായിരിക്കും. കൂടുതൽ സ്റ്റെറിക് ക്രൗഡിങ് ഇതിനായതുകൊണ്ട് റിയാക്ടിവിറ്റി കൂടുതൽ ഈ ഇതിനായിരിക്കും. അതായത് ഇതിൽ നമ്മൾ നമ്പർ ചെയ്യുകയാണെങ്കിൽ റിയാക്ടിവിറ്റിയുടെ ഓർഡറിൽ നമ്മൾ നമ്പർ ചെയ്യുകയാണെങ്കിൽ പ്രൈമറി ഇതാണ് ഫസ്റ്റ് റിയാക്ടിവിറ്റി. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇതിനാണ് റിയാക്ടിവിറ്റി ഓർഡറിൽ സെക്കൻഡ് പൊസിഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് മൂന്നാമതെയാണ് ഈ സെക്കൻഡറി കാർബോകാറ്റയോൺ വരുള്ളൂ. കാരണം സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടുതലായിരിക്കും, സ്റ്റെറിക് ക്രൗഡിങ് കൂടുതലായിരിക്കും, 2 ബൾക്കി ആയിട്ടുള്ള ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കുറവ് റിയാക്ടിവിറ്റി ഈ ടെറിഷറി കാർബോകാറ്റയോൺ ആയിരിക്കും SN2 മെക്കാനിസത്തിന്റെ കേസിൽ. ഇങ്ങനെ നമുക്ക് എന്താണ് SN2 SN1 മെക്കാനിസത്തിന്റെ റിയാക്ടിവിറ്റി ഓർഡർ കമ്പയർ ചെയ്യാം. അപ്പൊ അടുത്ത ചോദ്യമാണ്, ഐഡന്റിഫൈ കൈറാൽ ആൻഡ് എക്കൈറാൽ മോളിക്യൂൾസ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് കോമ്പൗണ്ട്സ്. ഓരോ പെയറിലും കൈറാൽ എക്കൈറാൽ മോളിക്യൂൾസ് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നമുക്കറിയാം കൈറാൽ മോളിക്യൂൾ അല്ലെങ്കിൽ കൈറാൽ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു കാർബൺ ആണോ മറ്റ് ഡിഫറെന്റ് ഗ്രൂപ്പ്സുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 4 ഗ്രൂപ്പ് ഇതിലേക്ക് കാർബണ് ടെട്രാ വാലൻസി ആണ്. ആ 4 വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആണെങ്കിൽ അത്തരം കാർബൺ ആണ് കൈറാൽ കാർബൺ. കൈറാൽ കാർബൺ ഉള്ള മോളിക്യൂൾസ് ആണ് കൈറാൽ മോളിക്യൂൾസ്. ഇനി ഈ 2 എക്സാമ്പിൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ കാർബൺ എടുത്തു കഴിഞ്ഞാൽ ഇത് വെഡ്ജ് ആൻഡ് ഡാഷ് റെപ്രസെന്റേഷനിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഈ 2 എക്സാമ്പിൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ കാർബൺ ഒരു CH3 ഗ്രൂപ്പുമായിട്ട്, ഒരു ബ്രോമിൻ Br ആയിട്ട്, ഒരു OH ആയിട്ട്, ഒരു ഹൈഡ്രജനും ആയിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതായത് 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സുമായിട്ടാണ് ഈ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതൊരു കൈറാൽ കാർബൺ ആണ്, ഇത് കൈറാൽ മോളിക്യൂൾ ആണ്. ഈ എക്സാമ്പിൾ നോക്കിയാലോ, ഇവിടെ കാർബൺ ഒരു H, ഒരു OH, പിന്നെ 2 Br മോളിക്യൂളും ആയിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതായത് സെയിം ഗ്രൂപ്പുകളാണ്. Br 2 തവണ വന്നിട്ടുണ്ട്. 4 ഡിഫറെന്റ് ഗ്രൂപ്പുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എങ്കിലാണ് കൈറാൽ. അപ്പൊ ഇതെന്താണ്? ഇത് എക്കൈറാൽ മോളിക്യൂൾ ആണ്. ഈ 2 എക്സാമ്പിൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ കാർബൺ ഒരു OH ഗ്രൂപ്പുമായിട്ട്, ഹൈഡ്രജൻ ആയിട്ട്, പിന്നെ ഒരു CH3 ആയിട്ട്, പിന്നെ ഈ ഒരു ലോങ് ചെയിൻ ആയിട്ടുള്ള ഈ ഒരു ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതായത് 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇത് കൈറാൽ കാർബൺ ആണ്. ഈ കൈറാൽ കാർബൺ ഉള്ള ഈ മോളിക്യൂള് കൈറാൽ മോളിക്യൂൾ ആണ്. ഈ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാർബൺ ഒരു ഹൈഡ്രജനും ആയിട്ട്, ഒരു OH ആയിട്ട്, പിന്നെ ഒരു CH2 CH3 ആയിട്ട്, ഇപ്പുറത്തും അതേ ഒരു CH2 CH3 ആയിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഇത് 2 സെയിം ഗ്രൂപ്പാണ്. സോ ഇത് എക്കൈറാൽ ആണ്. ഇനി ഈ 2 എക്സാമ്പിൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ കാർബൺ ഒരു BRO ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, പിന്നെന്താണ് ഒരു CH2 CH3 ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഒരു CH3 ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഒരു ഹൈഡ്രജനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതായത് 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് കൈറാലാണ്. ഇനി ഈ എക്സാമ്പിൾ നോക്കുമ്പോഴോ ഇവിടുത്തെ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ കാർബണിലേക്ക് 2 ഹൈഡ്രജൻ, പിന്നെ CH2 CH3 എന്ന് പറയുന്ന ഗ്രൂപ്പ്, പിന്നെ ഒരു Br ഗ്രൂപ്പ്. അതായത് 2 ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് അല്ല അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എക്കൈറാൽ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഓൾദോ ക്ലോറിൻ ഇസ് ആൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് yet it is orthopara directing in electrophilic substitution reactions XY. ഓക്കെ, ക്ലോറിൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. Cl ഗ്രൂപ്പ് എന്ന് പറയുന്നത് -I ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കാണിക്കുന്നതാണ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. പക്ഷേ അത് ഓർത്തോപാരാ ഡയറക്റ്റിംഗ് ആണ്. എന്തുകൊണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം നമുക്കറിയാം ഈ ബെൻസീൻ റിങ്ങിൽ ക്ലോറോ ബെൻസീൻ ഇവിടേക്ക് ഇലക്ട്രോഫൈൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഓർത്തോ പൊസിഷനിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെയും പാരാ പൊസിഷനിൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യണതിൻ്റെയും സ്ട്രക്ചറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ ഇലക്ട്രോണിനെ ഒന്നുകൂടി ഇലക്ട്രോൺ വിഡ്രോയിങ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കാണിക്കുന്നുണ്ട്, പക്ഷെ ഡീസ്റ്റെബിലൈസ് ചെയ്യാണ് ചെയ്യുക. പക്ഷെ നോക്കൂ, ഇവിടെ ക്ലോറിനിൽ ലോൺ പെയർ ഉണ്ട് അല്ലേ? ഈ ലോൺ പെയർ ഇങ്ങോട്ട്
ഷിഫ്റ്റ് ചെയ്തിട്ട് ഇലക്ട്രോൺ റെസണൻസ് ഇഫക്റ്റ് കാണിക്കും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആയിട്ടുള്ള റെസണൻസ് ഇഫക്റ്റ് കാണിക്കും. ലോൺ പെയറിന്റെ പ്രസൻസ് കൊണ്ട് ഇവിടെ റെസണൻസ് ഇഫക്റ്റ് കാണിക്കും. അപ്പൊ ഇവിടുത്തെ പോസിറ്റീവ് ചാർജിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് വരും. ഇനി ഈ ഒരു എക്സാമ്പിളിലാണെങ്കിലും അതെ, ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇത് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഫസ്റ്റ് സ്ട്രക്ചർ നമുക്ക് എങ്ങനെയാ കിട്ടുക? Cl, ഇവിടെ നെഗറ്റീവ് ചാർജ്, ഇവിടെ HE ഉണ്ട്, ഇവിടെ പോസിറ്റീവ് ചാർജ്. അടുത്ത കേസിൽ ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പം എന്ത് ചെയ്യും? ഇവിടുത്തെ പോസിറ്റീവ് ചാർജിനെ നമുക്ക് ഡീസ്റ്റെബിലൈസ് എന്താ പറയുക, ന്യൂട്രൽ ആക്കിയിട്ട് മാറ്റാൻ ഇങ്ങനെ ഇലക്ട്രോൺ റിലീസിങ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കാണിക്കുന്നുണ്ട് ക്ലോറിൻ. അപ്പോൾ ക്ലോറിൻ്റെ ഇലക്ട്രോൺ റിലീസിങ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കാരണമാണ് അത് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആയത്. അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി വേറൊരു രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ക്ലോറോ ബെൻസീൻ നമ്മൾ വരച്ചു. ക്ലോറോ ബെൻസീൻ്റെ റെസണൻസ് സ്ട്രക്ചേഴ്സ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ സ്ട്രക്ചർ എങ്ങനെ വരയ്ക്കാം? ഇവിടെ നെഗറ്റീവ് ചാർജ്, ഇവിടെ ഡബിൾ ബോണ്ട് Cl, ഇവിടെ ബോണ്ട് ഉണ്ട്, ഇവിടെയും ബോണ്ട് ഉണ്ട്. അടുത്ത സെക്കൻഡിൽ ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരും. ഇവിടുത്തെ ബോണ്ട്, ഇവിടുത്തെ കാർബൺ 5 വാലൻസി വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത റെസണൻസ് സ്ട്രക്ചർ കിട്ടും. Cl, ഇവിടെ നെഗറ്റീവ് ചാർജ്, ഇവിടെ ബോണ്ട് വന്നു, ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ ഈ ബോണ്ട് അതുപോലെ ഉണ്ട്. അടുത്ത സെക്കൻഡിൽ എന്ത് ചെയ്യും? ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇവിടുത്തെ ബോണ്ട് ഇങ്ങോട്ട് വരും. ഓക്കെ, Cl, ഇവിടെ നെഗറ്റീവ് ചാർജ്, ഇവിടെ ബോണ്ട് വന്നു, ഇവിടെയും ബോണ്ട് വന്നു. അടുത്ത സെക്കൻഡിൽ എന്ത് ചെയ്യും? ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരും, ഈ ലോൺ പെയേഴ്സ് ഇങ്ങോട്ട് തന്നെ പോകും. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് എങ്ങനെ വരയ്ക്കാം? Cl, ഇവിടെ ഓരോന്നും ഇലക്ട്രോൺസ് പോരുമ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ എല്ലാ എക്സാമ്പിൾ നോക്കുകയാണെങ്കിലും എന്താണ്, ഇവിടെ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ആണ് ഇലക്ട്രോൺ ഡെൻസിറ്റി വരുന്നത്. അപ്പൊ ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ലവിങ് ആണല്ലോ. അപ്പൊ എവിടെയാണോ നെഗറ്റീവ് ചാർജ് ഉള്ളത് അവിടേക്കാണ് ഇത് അറ്റാക്ക് ചെയ്യുക. അപ്പൊ ക്ലോറിന്റെ ഈ റെസണൻസ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ, ക്ലോറോ ബെൻസീന്റെ റെസണൻസ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഓർത്തോ പൊസിഷനിലും അതുപോലെ തന്നെ പാരാ പൊസിഷനിലുമാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ. അപ്പൊ ഇലക്ട്രോഫൈൽ അവിടേക്കാണ് അറ്റാക്ക് ചെയ്യുക. ഇനി അവിടേക്ക് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലും ക്ലോറിന്റെ ഈ റെസണൻസ് ഇഫക്റ്റ് കാരണം ഇവിടുത്തെ ഈ ഫോംഡ് കാർബോകാറ്റയോണിനെ ഈ ഫോംഡ് ആയിട്ട് ഇവിടുത്തെ ഈ പോസിറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഈ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് റെസണൻസ് ഇഫക്റ്റ്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് റെസണൻസ് ഇഫക്റ്റ്, ക്ലോറിന്റെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് റെസണൻസ് ഇഫക്റ്റ് കാരണം പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ക്ലോറിൻ എന്താണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കാണിക്കും. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ കൂടി അത് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. ഓക്കെ.